ഇ.ഡി. സംഘത്തെ ആക്രമിച്ച കേസിൽ കേരള പോലീസിന് ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് കേരള പോലീസ് തന്നെ പറയുകയാണ്. Join the legacy of excellence at Little Flower Engineering Institute, Kalamassery. കാരണം CPM പ്രവർത്തകർ മാത്രമല്ല CPM നേതാക്കളും കുടുങ്ങുമെന്ന് തന്നെ ഇതോടുകൂടി വ്യക്തമാവുകയാണ്. കാരണം ഇ.ഡി. കോടതിയിലേക്ക് പോയാൽ ഉറപ്പായിട്ടും കേരള പോലീസിന് രൂക്ഷമായ ഒരു വിമർശനമുണ്ടാകും. അതിന്റെ തീവ്രത കുറയ്ക്കാനാണ് കേരള പോലീസ് ഇപ്പോൾ ഒരു നീക്കങ്ങൾ നടത്തുന്നത്. അതിന്റെ ആദ്യ പടിയായിട്ടാണ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ വീട്ടിലെ റെയ്ഡിനിടെ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് പ്രത്യേക സംഘം അന്വേഷിക്കാൻ പോകുന്നത്. കണ്ടോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിൽ 30ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. 4 SHOമാരെയും സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റപത്രം ഉൾപ്പെടെ വേഗത്തിലാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ വീടുകൾ കഴിഞ്ഞ ദിവസം CPIM നേതാക്കൾ ഒരു സന്ദർശനം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആക്രമണം ആസൂത്രിതമാണ് എന്ന് ഇ.ഡി. ഉദ്യോഗസ്ഥർ തന്നെ ആരോപിക്കുന്നത്. CPIM നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് ഇ.ഡിയുടെ നിലപാട്. നിലവിൽ ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ ഗൂഢാലോചനയും അതോടൊപ്പം തന്നെ ആസൂത്രണവും SITയുടെ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളുടെ ഫോൺ രേഖകൾ പരിശോധിക്കും. കൂടാതെ ഇവരുടെ മൊബൈൽ സന്ദേശങ്ങളും പരിശോധിക്കും. ആക്രമണത്തിനെ പ്രേരിപ്പിക്കുന്ന കോളുകൾക്കും സന്ദേശങ്ങൾക്കും പിന്നിലുള്ളവരെ പിടികൂടും. ഇതിൽ നേതാക്കൾ എന്നോ പ്രവർത്തകരെന്നോ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് SIT ഉറപ്പ് നൽകിയിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലെത്തി ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ മൊഴി എടുത്തിട്ടുണ്ട്. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നതിന് വേണ്ടിയുള്ള സെർച്ച് വാറന്റ് അടക്കമുള്ള രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ സനിത് റെഡ്ഡി അടക്കം 7 പേരുടെ മൊഴിയാണ് SIT എടുത്തത്. വീണയുടെ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മൊഴി എടുക്കും. കൂടാതെ ഈ ഉദ്യോഗസ്ഥന്റെ മൊഴിയെടുത്തതിൽ ഉദ്യോഗസ്ഥർ എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആക്രമണം ആസൂത്രിതമാണ് എന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി. ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും ഇ.ഡി. ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിരിക്കുകയാണ്. നിലവിൽ 26 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാം നേരിട്ട് ആക്രമണത്തിൽ പങ്കെടുത്തവരാണ്. ദൃശ്യങ്ങളിൽ നിന്ന് മൊത്തം 46 പേരെയാണ് തിരിച്ചറിഞ്ഞത്. ബാക്കിയുള്ളവരെയും ഉടൻ പിടികൂടുമെന്നും പിണറായിയുടെ വീടിന് മുന്നിൽ ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ നിലവിൽ താഴെത്തട്ടിൽ CPM പ്രവർത്തകർ മാത്രമാണ് പ്രതി ചേർക്കപ്പെട്ടത്. എന്നാൽ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും MP-മാരും MLA-മാരും സ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്നും ആക്രമണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ ഇവർക്കും പങ്കുണ്ട് എന്നുള്ള ഒരു വാദമാണ് ഇ.ഡി. ഉന്നയിക്കുന്നത്. ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയിലേക്ക് വരുമ്പോൾ കക്ഷി ചേരാനാണ് ഇ.ഡി. ആലോചന. ഇതിനു മുന്നോടിയായി ആക്രമണവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ശേഖരിക്കുന്നത് അടക്കമുള്ള നടപടികൾ ഇ.ഡി. ഇപ്പോൾ തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും കേരള പോലീസ് AKG സെന്ററിൽ കയറി നേതാക്കന്മാരെ പൊക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇത് കേരള പോലീസിന്റെ അഭിമാന പ്രശ്നവും കൂടിയാണ്.